The most efficient identifier of officer. Simham Shome. Reporting, sir. I am a cooker. The most efficient identifier of officer. Simham Shome. Reporting, sir. I am a cooker. Hello, police station le. Police station aanu. Orappanallo. Oru minute. POLC station aanu idu. Hello, idu police station aanu. Alla, sir orappanallo police station aanu. Sure, tannodulladhu പറഞ്ഞ ഇത് police station തന്നെയാണ്. Okay, അന്ന് ചാളയ്ക്ക് എന്താ വില? ചാളയ്ക്ക് 30 രൂപ വരും. അപ്പൊ അയിലക്കോ? അയിലയ്ക്ക് 60 രൂപ. അപ്പൊ കരിമീൻ എന്താ വില സാറേ? കരിമീൻ ഇച്ചിരി ലേശം കൂടുതലാണ്. ആണല്ലേ? ഓ, അപ്പൊ കൊഞ്ചിന് കുറച്ച് കുറവായിരിക്കും അല്ലേ? താനെന്തിനാണ് ഒരു പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് ചോദിക്കുന്നത്? അല്ല സാറേ, ഇന്ന് രാവിലെ പത്രത്തിൽ ഒരു വാർത്ത വായിച്ചായിരുന്നു. എന്ത്? കേരള പോലീസ് കേരളം മൊത്തം വല വീശിയേക്കുവാണെന്ന്. അപ്പൊ മീൻ കറിയൊക്കെ മനസ്സിലാ? മീൻ കറി കിട്ടിയ സാറേ? ഓടോടെ പോടാ. എവിടുന്ന് വന്നേക്കുന്നു ഈ ഒരു ഹലോ ഹലോ യെസ് ഹലോ സാറേ, പോലീസ് സ്റ്റേഷൻ അല്ലേ? ആണോ ഇത് പോലീസ് സ്റ്റേഷനാ? ആണല്ലോ സാറേ, ഉറപ്പാണല്ലോ പോലീസ് സ്റ്റേഷൻ അല്ലേ? പിന്നെ ഒരു മിനിറ്റ്. ഹലോ ആണോ ഇത് പോലീസ് സ്റ്റേഷനാ? സാറേ, എന്റെ അയൽക്കാരന്റെ വീട്ടിലെ മുട്ട അടി വന്നോണ്ടിരിക്കുക സാറേ. ചുറ്റിക്ക് നാടുള്ളൂ അയൽക്കാരുടെ വീട്ടിലാണോ താൻ ഒളിച്ചു പോകുന്നത്? അല്ല സാറേ, അയൽക്കാരനെ നിന്നെ പോലെ സ്നേഹിക്കണമെന്നാണല്ലോ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. തനിക്ക് അത്രയ്ക്ക് സ്നേഹമാണെങ്കിൽ താൻ്റെ സമാധാനം ഉണ്ടാകുള്ളൂ. അടുത്ത എന്നെ വിളിക്കണം കേട്ടോ. അയ്യോ, തന്നെ ആരാണ് പോലീസ് ഉണ്ട് പണി പറഞ്ഞു. തനിക്ക് ഞാൻ ആരെന്നറിയോ? ആരോ തനിക്ക് എന്റെ പേരെന്താണെന്ന് അറിയോ? എന്തുവാണ് നിന്റെ പേര്? തനിക്ക് എന്റെ അച്ഛനാരെന്നറിയോ? ആരാണ് നിന്റെ അച്ഛൻ? തനിക്ക് എന്റെ വീടാണെന്നറിയോ? എവിടെയാണ് നിന്റെ വീട്? സാറേ, പോലീസ് സ്റ്റേഷൻ കോടതി ഉണ്ടോ? ഇല്ല. എന്താ? രക്ഷപ്പെട്ടു. അങ്ങനെ സാറേ, പരാതിയല്ലേ എഴുതുന്ന സുനി സാർ? സുനി സാർ 1 മണിക്കൂർ കഴിഞ്ഞിട്ടേ വരുന്നുള്ളൂ. മലയാളം എടുത്ത് ഒരു കാര്യം 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വാ. ഞാൻ പറഞ്ഞില്ലേ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വാ. സുനി സാർ എന്ന് നേരത്തെ ആണല്ലോ. എന്താ പറ്റി? ഇന്നലെ നമ്മുടെ പുതിയ സ്റ്റാക്ക് എടുക്കുന്നത്. ഓ, അതുകൊണ്ടാണ് ഇത്ര സന്തോഷം. ഞാനൊക്കെ എത്ര കണ്ടിട്ടുള്ളൂ. ഹലോ ഹ്യൂമൻ ബീയിങ്, ഇത് അതുപോലത്തെ ഒന്നും അല്ല. ഞാൻ ഈ ബോംബെയിലെ ധാരാവി കണ്ടിട്ടുണ്ട്. ആ ധാരാവി പട്ടണത്തെ വരാൻ പോകുന്നത്. ഓഹോ, അല്ല സാർ, എനിക്കൊരു സംശയം പറയും. ഈ വരാൻ പോകുന്ന എസ് ഐ തന്നെയാണോ അതോ ഉർഗന്റെ ബുദ്ധി ആനയുടെ ശക്തിയുള്ള the most efficient and dignified officer, the king and the commissioner. ഇങ്ങനെ സല്യൂട്ടോ? Yes sir, yes sir. അതൊക്കെ പോട്ടെ. ഞാൻ ഷൗമേ, സിംഹം ഷൗമേ. അതിനറിയാലോ, ഞാൻ വളരെ സ്ട്രിക്റ്റ് ആണ്, ഡിസിപ്ലിൻ മാസ്റ്റർ. ഇതെന്ത് കഷ്ടാണ്. നക്ഷത്രം കേട്ടോ?
അധികം നമുക്ക് ഒരു ആഘോഷം ആക്കണ്ടേ? പിന്നെ എന്തിനു വേണം? നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് എന്തായാലും സമയമില്ല. നമുക്കൊക്കെ ഒരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനി വിളിക്കാം. കുട്ടിടിക്കാം. അല്ല സാറേ, അത് പറഞ്ഞില്ല. എന്റെ പരിചയത്തിൽ ഒരാളുണ്ട്. പുള്ളിക്കാരൻ കൈ കിട്ടാത്ത ഒരാളാണ്. ആ അത്രയ്ക്ക് ഷോസ് ചെയ്യുന്ന ആളാണോ? പിന്നെ അല്ലാതെ പുള്ളിക്കാരൻ ലോകമെമ്പാടും ഇവന്റ് മാനേജ്മെന്റ് ചെയ്ത ഒരാളാണ്. ഓ നമുക്ക് അവനെ ഇങ്ങോട്ട് വിളിക്കാം. അതോർത്ത് സാർ വിഷമിക്കണ്ട. പുള്ളിക്കാരൻ ഇപ്പൊ എന്റെ കസ്റ്റഡിയിലുണ്ട്. അത്രയ്ക്ക് ക്ലോസ് ആണോ? പിന്നെ അല്ലാതെ എന്നൊരു കാര്യം ചെയ്യും. ആ ഫോൺ എടുത്തിട്ട് അവനെ വിളിച്ചിട്ട് ഇപ്പൊ ഇങ്ങോട്ട് വരാം. സാറേ, അതിന്റെ ഒരു ആവശ്യമില്ല. ഞാനൊന്ന് ഉറക്കെ വിളിച്ചാൽ മതി. പുള്ളിക്കാരൻ ഇവിടെ പ്രത്യക്ഷപ്പെടും. എന്നാ വിളിച്ചോ. എന്നെ വിളിച്ചോ സാർ. ഇങ്ങോട്ട് ഇറങ്ങി വാ. ഇവനാണോ? പിന്നല്ലാതെ വിളിയാണ്. കേരള ഇങ്ങോട്ടേക്ക് വാ. ഇവരെന്തിനാണോ ലോകം വീട്ടിൽ എന്തിനാണെന്നോ? സുനി സാറേ, ആ പെട്ടി ഒന്ന് കാണിച്ചു കൊടുക്കുന്നു. പെട്ടിയാണ്. ആ പെട്ടി അതന്നെ. ഇത് കണ്ടോ സാറേ? 500,000 കെട്ടുകണക്കിന്റെ കള്ളപ്പണം ഇത്. എന്താണ് ഞാൻ പറഞ്ഞത്? സാറേ ഇതൊന്നും വിശ്വസിക്കുന്ന സാറേ എന്നെ ചതിച്ചത് എന്താണ് സാറേ? എന്താണ് നിന്റെ പേര്? എന്റെ പേര് മണി. മണി ഇതിന്റെ പേരെന്താന്ന് പറയാമോ? ബ്ലാക്ക് മണി. മതി കോട്ടെ. ഞാൻ സാർ. ഹലോ ഹലോ, ബോംബെ ബോംബെ. സാർ ഇന്ന് ചാർജ് എടുക്കല്ലോ. ബോംബെയിലൊക്കെ കോള്. സാർ ബോംബെയിൽ കോളാ. ബോംബെയിൽ ഹലോ ഹലോ, ഇത് പോലീസ് സ്റ്റേഷനാണോ? ആ പോലീസ് സ്റ്റേഷനാണ്. സാർ, ഈ തോപ്പുംപടി പാലത്തിന്റെ അടുത്ത് ഒരു ബോംബ് വെച്ചിട്ടുണ്ട്. ഹലോ അവിടെ ബോംബൊന്നും ഇല്ലല്ലോ. അത് പിള്ളേർ ക്രിസ്മസിന് മടക്കം പൊട്ടിക്കുന്നതാണോ? താങ്കൾ ശരിക്കും നോക്കണോ? ഓക്കെ മനസ്സിലാക്കി തന്നു എന്തോ ചെയ്യുന്നൊക്കെ. സാറിനും കിട്ടി. പക്ഷെ അപ്പൊ ഈ കാര്യം ചെയ്യേണ്ട ഫീസോ കോൺസ്റ്റബിൾ സാറേ, മണിയില്ലെങ്കിൽ കഴിഞ്ഞാലും മതി. സാർ തെളിയ സാറിന് തലവെച്ച് കൊടുത്താലോ? അയ്യോ, വേണ്ട. വേണ്ടക്ക് വേണ്ട. അയ്യോ പിന്നെ കോബ്രയാ. ഓ, കോബ്ര. ഓ, കോബ്ര അല്ല, സിയോബ്ര, കോബ്ര. സൈലൻസ്. ആരാണോ? ഞാൻ അടുത്ത നമ്പറിലേക്ക് കോബ്ര റിപ്പോർട്ടിംഗ്. സാർ, ഞാൻ എസ്ഐ സിംഗം. സാർ, ഞാൻ ഒരു പ്രതിയെ കൊണ്ടുവന്നിട്ടുണ്ട് സാർ. ആഗോ ഗെറ്റിംഗ് കമേ സാർ. അങ്ങനെയാണോ ഒരു മനുഷ്യ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിരുന്നത്? സാർ, ഇങ്ങോട്ട് വന്നിട്ടോ. സാർ പറഞ്ഞോളൂ. സാർ ഡ്യൂട്ടി കഴിഞ്ഞു. ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞു. എസ് ഐ സാറേ ഞാൻ ഒരു കാര്യം ചോദിച്ചോ. എസ് ഐ സാറേ ഈ കോബ്ര സാറിന്റെ ഡ്യൂട്ടി കഴിഞ്ഞേ. അപ്പൊ നമുക്ക് ഈ കോബ്ര സാറിന് നാളത്തെ പരിപാടികളുള്ള സൗണ്ട് സിസ്റ്റം മൈക്കൊക്കെ ഒന്ന് ഹാൻഡിൽ ചെയ്യാൻ കൊടുത്താലോ? കൊടുക്കാം. കോബ്ര അവിടെ പോയി എല്ലാം സൗണ്ട് സിസ്റ്റം എല്ലാം സെറ്റ് ചെയ്യും. നാളെ നമുക്ക് പ്രോഗ്രാം ഉഷാറാക്കാനുള്ളതാണ്. ഞാൻ ക്വസ്റ്റ്യൻ ചെയ്തോട്ടെ. അങ്ങനെ പറയുന്നോ? ഈ പോലീസ് സ്റ്റേഷനിൽ ഒരു വനിതയെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി വനിതാ പോലീസ് ഇല്ലേ? ഉണ്ടല്ലോ സാർ. സ്പോർട്സ് കോട്ടയിൽ 1 റാങ്ക് മേടിച്ച വനിതാ പോലീസ്. മാസ്റ്റർപീസ്. ഞാൻ എസ്ഐ സിംഗം ഷോമുവേൽ. ഹലോ അയ്യോ, പോലീസ് സ്റ്റേഷനല്ലേ? പോലീസ് സ്റ്റേഷനാണ്. സാറേ, തോക്കുംപടി പാലത്ത് ആരും ബോംബ് വെച്ചിട്ടുണ്ട് സാറേ. സാർ പെട്ടെന്ന് വരൂ സാറേ. സാറേ, ഞങ്ങളുടെ നാട്ടുകാരുടെ ജീവന് പ്രശ്നം സാറേ. പെട്ടെന്ന് വരൂ സാറേ, പ്ലീസ്. വെറുതെ മനുഷ്യരെ വളരെ ചുമ്മാ irritate ചെയ്യുന്നു.
എന്നെ ഒന്ന് സഹായിക്കണം സാറേ. സാറേ ഞാൻ മുമ്പേ വന്നായിരുന്നു സാറേ. സാറേ എനിക്ക് ഒരു കാര്യം കുറിപ്പിക്കാനുണ്ട് സാറേ. സാറേ എന്നെ ഒന്ന് സഹായിക്കണം. ഇവരെ പരാതി എഴുതി മേടിക്കൂ. സുനിസാർ ഇവരുടെ പരാതി എടുക്കൂ. പരാതി അല്ല വണ്ടിയെ കുറിച്ച് എനിക്ക് വനിതാ പോലീസ് വണ്ടി അത് പെണ്ണുള്ള കാണാ. അവരെ ചെല്ലുന്നു നോക്കുന്നുണ്ടോ? കോബ്ര കം ഇൻ. ഇങ്ങോട്ടിറങ്ങി മാട്ടോ. ഞാൻ ഇവരെ കൊണ്ടുവന്നപ്പോ എന്താണ് പറഞ്ഞത്? ഇവരൊരു ആണാണോ പെണ്ണല്ലെന്ന്? സാർ അത് സാർ പറയാൻ സമ്മതിക്കണ്ട സാർ. അതുകൊണ്ട് ഇവന്റെ പേരുള്ള കുറ്റം എന്തോ? സാർ ഇവൻ പെൺകുട്ടി കെട്ടി ഗേൾസ് ഹോസ്റ്റലിലേക്ക് സാർ. അയ്യോ ആ ഇങ്ങോട്ട് അയക്കണം. അയക്കണമെന്ന് ശരി. എന്താണ് നിന്റെ പേര്? പിടിച്ചോ പിടിച്ചോ സാർ ക്രിമി. ക്രിമിയാ? അതെന്തോ എന്തോ പേരാണ് ക്രിമി? അത് സാറേ എന്റെ അച്ഛന്റെ പേര് ക്രിസ്റ്റഫർ, അമ്മയുടെ പേര് മെറിയം. മെറിയത്തിന്റെ മീൻ കൂടി ഞാനായി കിട്ടി. എന്താണ് കാണിക്കുന്നത്? അതിന്റെ പീസി സാധിച്ചിരിക്കുന്നു. എന്റെ വഴി തോറും സാറേ ഞാനൊരു പാചകക്കാരനാ. ഐ ആം എ കുക്കർ. നാളത്തെ പരിപാടിക്ക് ഏതായാലും ഭക്ഷണം വേണമല്ലോ. അപ്പൊ വെളിയിൽ നിന്ന് പാചകക്കാരെ വിളിച്ച് അവർക്ക് പൈസ കൊടുക്കണം. ഇവരാണെങ്കിൽ പാചകക്കാർ, ഇവരല്ലേ പൈസ കൊടുക്കാൻ വേണ്ട. സാറേ എനിക്ക് ഇന്ത്യൻ, ഇറ്റാലിയൻ, കോണ്ടിനെന്റൽ, ചൈനീസ്, ചായ് ഇതൊഴിച്ച് വേറെ എന്ത് പഠിക്കണം? രസം ഉണ്ടാക്കാൻ അറിയാമോ? രസം നല്ല രസമായിട്ട് ഉണ്ടാക്കാൻ അറിയാം. കോൺസ്റ്റബിൾ വേണ്ടി കുറച്ച് എടുത്തു കൊടുത്തേര്. അവിടെ അമ്മ മര്യാദയ്ക്ക് ഇരുന്നോ? ആ ഓ അവിടെ ഇരിക്കടാ. ആഹാ അങ്ങനെയൊന്നുമല്ല പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്നത്. കോൺസ്റ്റബിൾ കാണിച്ചു കൊടുക്കോ പോലീസ് സ്റ്റേഷനിൽ എങ്ങനെ ഇരിക്കുന്നത്? ഇങ്ങോട്ട് നോക്കണോ? നോക്കി ഇങ്ങനെ ഇരിക്കണോ? ഇങ്ങോട്ടോ ഇങ്ങനെ ഇരിക്കണോ? ശശി, Yes, madam. എന്റെ ലഞ്ചിന് ബ്രേക്ക് ആയി. കേസിന് അറ്റൻഡ് ചെയ്യൂ പ്ലീസ്. Okay. എന്തുവാണ്? ഈ മലയാള ചേട്ടത്തിയുടെ മോള് ഇന്നലെ കോളേജിൽ എഴുതി വീഡിയോ വന്നില്ല. മാനിസിംഗ് ഒക്കെ മോള് കുതിരാട്ടിയുടെ വീട്ടിൽ പോയി കാണും. ഒന്ന് ശരിക്കും പോയി നോക്കി. സാറേ ഞാൻ എല്ലായിടത്തും നോക്കിയതാണ്. എനിക്ക് എന്റെ മോളെ മാത്രമുണ്ട് സാറേ. അവളെ എല്ലാവർക്കും സഹായിക്കണം സാറേ. എന്നെ സഹായിക്കണം സാറേ. കോൺസ്റ്റബിൾ പറഞ്ഞു അതിന്റെ ആയിട്ടുള്ള ഒരു രീതി. ചേട്ടത്തിന്റെ ഇപ്പൊ എത്ര പൈസ ഉണ്ട്? ഞാനൊരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്നാണ് വരുന്നത് സാറേ. ബാങ്കിൽ നിന്ന് ലോൺ എടുത്തതാ മോളെ ഞാൻ പഠിപ്പിച്ചത് സാറേ. ഏത് ബാങ്കിൽ നിന്നാ ലോൺ എടുത്തത്? SBI ബാങ്കിൽ സാറേ. ഓ ഞാനൊരു ഇക്വിറ്റി ബാങ്കിലായിരിക്കും. കേട്ടോ സുനിൽ സാറേ, കഴിഞ്ഞ ആഴ്ച ആ ഇക്വിറ്റി ബാങ്കിന്റെ മുമ്പിൽ ഒരു പെണ്ണിനെ കിഡ്നാപ്പ് ചെയ്തു. അയ്യോ സാറേ ഈ ബാങ്കൊന്നുമല്ല, നമ്മുടെ ICICI ബാങ്കാണ്. അത് ICICI ബാങ്ക് തന്നെ. ക്യാബ്ര ബാങ്ക്. ക്യാബ്ര ബാങ്ക്. Yes, ക്യാബ്ര ബാങ്ക്. അയ്യോ സാറേ അത് ക്യാബ്ര ബാങ്കൊന്നുമല്ല, നമ്മുടെ കാനറ ബാങ്കാണ്. പോലീസുകാർ ഒരു കാര്യം ചെയ്യും. സാറേ മോളെ ഞാൻ പറഞ്ഞില്ല, ഞാൻ വിളിപ്പിക്കാം. പറയാൻ എടുത്ത് പോയി ഞാൻ വിളിക്കാം. ഉണ്ടാക്കി കഴിഞ്ഞില്ലല്ലോ. ഇല്ലോ. കഴിഞ്ഞോ? ദേഷ്യം. ഗർജിക്കുന്ന സിംഹം ഇവ ഛർദിക്കുന്ന സിംഹം. ഒരു പോലീസിൽ നിന്ന് എന്താടാ? കേട്ടിട്ടില്ലേ?
ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് വായു വലിച്ചെടുക്കുവാനായി രൂപപ്പെടുത്തിയത്. പക്ഷേ ചിലരിതിനെ സിഗരറ്റിൻ്റെ പുക വലിച്ചെടുക്കുവാനായി ലങ്സ് ഉപയോഗിക്കുന്നു. നിങ്ങളെ ഒരു രോഗിയാക്കാൻ ഇത് മതി, ഒരു വലിയ രോഗി. എന്റെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് നീ സിഗരറ്റ് ഞാൻ കമ്മീഷണർ സംസാരിക്കുന്നത്. തോക്കുംപടി പാലത്തിന്റെ അടുത്ത് ആരോ ബോംബ് വെച്ചിരിക്കുന്നു. ജനങ്ങൾ പാലവട്ടമായി ഫോൺ വിളിച്ചിട്ടും താൻ ഒരു ആക്ഷനും എടുത്തില്ല എന്ന് ഞാൻ അറിഞ്ഞു. താൻ ഇപ്പം തന്നെ പോയി ആ ബോംബ് ഡിഫ്യൂസ് ചെയ്തില്ലെങ്കിൽ താന്റെ തൊപ്പി ഞാൻ തെറിപ്പിക്കും. Just remember that. ഒരു കാര്യത്തിൽ നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. തോക്കുംപടി പാലത്ത് ബോംബ് വെച്ചിട്ടുണ്ട്. ബോംബ് നിങ്ങളവിടെ ചെല്ലുക, അത് ഡിഫ്യൂസ് ചെയ്യുക, അത്രേ ഉള്ളൂ സാർ. പക്ഷേ എനിക്ക് ബോംബ് ഡിഫ്യൂസ് ചെയ്യാൻ അറിയില്ല സാർ. ബോംബ് ഡിഫ്യൂസ് ചെയ്യാൻ അറിയത്തില്ല. എന്തൊരു കഷ്ടം. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ അവിടെ ചെന്ന് എന്നൊരു ഫോൺ വിളിക്കൂ, ഞാൻ പറഞ്ഞതായിട്ട് ഡിഫ്യൂസ് ചെയ്തത്. ഓക്കെ സാർ. വെരി ഗുഡ്, വെരി ഗുഡ്. Very much. Please, urgent message. Go fast. ഹലോ എസ് ഐ സാറാണോ? ഹലോ ഹലോ എസ് ഐ സാറാണോ? ഹലോ എസ് ഐ സാറാണോ? ഹലോ 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 എസ് ഐ സാറാണോ? ഹലോ വെയിറ്റ് ചെയ്യണോ, വെയിറ്റ് ചെയ്യണോ. അതെ എസ് ഐ സാറാണോ? ഹലോ സാർ, ഇത് കോൺസ്റ്റബിൾ ശശിയാണ് വിളിക്കുന്നത്. ഹലോ കേൾക്കുമേ. ഹലോ ഹലോ എസ് ഐ സാർ, ഇത് കോൺസ്റ്റബിൾ ശശിയാണ് വിളിക്കുന്നത്. ആ ശശി, ആര് ശശി? ഞാൻ ശശി. ഹലോ കോൺസ്റ്റബിൾ എസ് ഐ സാർ, സാറേ ഈ തുമ്പടി ഭാഗത്ത് ബോംബ് വെച്ചിട്ടുള്ള സത്യാ സാറേ, അത് ഇൻഫർമേഷൻ കറക്റ്റാ സാറേ. സാറേ ഇവിടെ ബോംബുണ്ട് സാറേ. സാറേ ഈ ബോംബിന് 3 വയറുണ്ട്, റെഡ് ബ്ലൂ ഗ്രീൻ. ഏതാ കട്ട് ചെയ്യേണ്ടത്? പെട്ടെന്ന് സാറേ. സാറേ ഈ 3 വയറിൽ ഏത് വയറാ കട്ട് ചെയ്യേണ്ടത്? ഓക്കെ സാർ, ഓക്കെ സാർ. അയ്യോ ഇവിടെ പറഞ്ഞ അവിടെ. ശശി എന്ത് പറ്റി ശശി? സുനി. യെസ് സർ. എനിക്കൊരു സുനി. യെസ് സർ. എന്തായി സാറേ, നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ വേണം? എന്തിനാ സാറാ പ്രോപ്പർട്ടി സ്ത്രീയുടെ ദേഷ്യപ്പെടുന്നത്? ഇവരുടെ ഈ അവസ്ഥ സാറിന് വിഷമല്ലേ സാറേ? രാവിലെ പ്രോപ്പർട്ടി സ്ത്രീയോട് നിന്ന് ഇരിക്കുക സാറേ. എത്ര പ്രാവശ്യം നിങ്ങളുടെ അവർ സഹായം ചോദിച്ചു, പക്ഷെ ഒരു പന്തിനെ തട്ടുന്ന മാറ്റം നിങ്ങൾ അവരെങ്ങോട്ട് തട്ടിയത് സാറേ. സാറിനറിയോ ആ സ്ത്രീയുടെ മോള് കളഞ്ഞോട്ട് ഒരു ദിവസവും. പക്ഷെ നമുക്കെന്തല്ലേ, നമ്മുടെ സ്വന്തക്കാർക്ക് എന്തെങ്കിലും മെച്ചപ്പെടേണ്ട വിഷമം നമ്മൾ അറിയുന്നു. പിന്നെ ഇത് ആ ബോംബിനെ പറ്റി സാറേ എത്ര തവണ സാറിനോട് ഫോൺ പറഞ്ഞു. ആദ്യത്തെ തവണ തന്നെ സാർ ഒരു ആക്ഷൻ എടുത്തായിരുന്നു. അവിടെ നാട്ടുകാർക്ക് നമ്മുടെ കുടുംബം നഷ്ടപ്പെടുത്തില്ല. ഇവർക്ക് ഈ അവസ്ഥ വരത്തില്ല. പക്ഷേ പുതിയ SI വന്നതിന്റെ സന്തോഷം ആഘോഷിക്കാനല്ലായിരുന്നു എല്ലാവർക്കും ആകാംക്ഷ. 25ാമത്തെ വാർഷികം ആഘോഷിക്കാനല്ലായിരുന്നു എല്ലാവർക്കും ആകാംക്ഷ. ഒരു പോലീസുകാരന്റെ പ്രാഥമിക കടമ ജനങ്ങളെ സേവിക്കുക എന്നാണ്.
അല്ലാതെ പ്രതിയെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവരെ പ്രതിയാക്കുന്നത്, കൈക്കൂലി വാങ്ങിക്കുന്നതും സഹായം ചോദിച്ചു വരുന്നവരെ ഒഴിവാക്കുന്നതുമല്ല. സാറിനറിയാം, വേദപുസ്തകത്തിൽ റോമാലേഖനം 12 6, 7, 8 വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു: ആകയാൽ നമുക്ക് ലഭിച്ച കൃപ പകരം വരം ഉള്ളതുകൊണ്ട് ശുശ്രൂഷയെങ്കിൽ ശുശ്രൂഷയിൽ, പ്രബോധനമെങ്കിൽ പ്രബോധനയിൽ, ദാനം ചെയ്യുന്നവൻ ഏകാഗ്രതയോടെ, ഭരിക്കുന്നവൻ ഉത്സാഹത്തോടെ, കരുണ ചെയ്യുന്നവൻ രഹസ്യത്തോടെ ആകട്ടെ. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ദൈവം നമുക്ക് എല്ലാവർക്കും ഒരു ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ദൗത്യം എന്താണെന്ന് അന്വേഷിച്ചിട്ട് അത് നിർവഹിക്കാനുള്ള ശപഥം നമുക്കിന്ന് ഏറ്റെടുക്കാം.